ഇന്നലെ ജമ്മു കാശ്മീരിലെ പൂഞ്ച് സെക്ടറിലെ LOC അതായത് നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പ്രകോപനമില്ലാതെ പാക് ബോർഡർ ഫോഴ്സ് നടത്തിയ വെടിവെപ്പ് ഇത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതിനെ തുടർന്ന് ഇന്ത്യൻ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി, വലിയ നാശനഷ്ടം പാക് സൈന്യത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ ദിവസം അഗ്നൂർ സെക്ടറിലെ LOC നിയന്ത്രണ രേഖയ്ക്ക് സമീപം IED സ്ഫോടനത്തിൽ 2 ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ LOCക്ക് സമീപമുള്ള തർക്കുണ്ടി മേഖലയിലെ ഒരു സൈനിക പോസ്റ്റിന് നേരെ പാക് സൈന്യം പ്രകോപനമില്ലാതെ വെടിവെക്കുകയായിരുന്നു. തുടർന്ന് ഇന്ത്യ നടത്തിയ തിരിച്ചടി വലിയ നാശനഷ്ടങ്ങളാണ് പാക് സൈന്യത്തിന് വന്നതെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ചില സൈനികരുടെയൊക്കെ ശവസംസ്കാര ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്, പക്ഷേ ഇതിന് ഡേറ്റ് ഇല്ലാത്ത വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പാകിൻ്റെ സൈനിക മേധാവികൾ, അതായത് ഏരിയയിലുള്ള സൈനിക മേധാവികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന വീഡിയോകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും പാക് സൈന്യത്തിന് വലിയ ആൾനാശം ഉണ്ടായത് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ അറിയാൻ കഴിയുമായിരിക്കും. പാക് സൈന്യമോ ഇല്ല പാക് സർക്കാരോ ഒന്നും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു തിരിച്ചടി നൽകിയ കാര്യം ഇന്ത്യ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ഒപ്പം തന്നെ അമിത്ഷായുടെ ഒരു നിർണായക യോഗവും ഇന്നലെ നടക്കുകയുണ്ടായിട്ടുണ്ട്. അമിത്ഷാ ഈ സൈനിക ഉദ്യോഗസ്ഥന്മാരെയും മറ്റും വിളിച്ചിട്ടുള്ള ഒരു നിർണായക യോഗവും ഇന്നലെ നടക്കുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും സൈന്യത്തിനോട് ഏത് അടിയന്തര സാഹചര്യവും നേരിടാനുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നത്. ഏതായാലും ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഒന്ന് പതറിയിട്ടുണ്ടാകും പാക് ബോർഡറിലെ സൈനികർ എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും നാശനഷ്ടത്തിൻ്റെ കണക്കുകൾ, എത്ര ആൾനാശമുണ്ടായതിൻ്റെ കണക്കുകളുമൊക്കെ വരും മണിക്കൂറിൽ ലഭ്യമായിരിക്കും. ഏതായാലും ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.